എല്ലാവർക്കും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. കഥ കേൾക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന കൂട്ടുകാരെ, ഒരു പെൺപുലിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പേടിക്കണ്ട, 4 കാലും വാലുമുള്ള വന്യജീവിയായ പുലിയെ കുറിച്ചല്ല. പുലിയോളം ധീരതയും ശൂരതയും കാണിച്ച ഒരു സഹാബി വനിതയെ കുറിച്ചാണ്. കൂട്ടുകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയാപ്പയായ ഹംസത്തുൽ ഖുർആൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പേര് കേട്ടാൽ ഏതൊരു യോദ്ധാവിന്റെയും കാൽമുട്ടുകൾ വിറച്ചു പോകുന്ന ശരിയായ ആൺപുലി. ആ ആൺപുലിയുടെ എളുപ്പങ്ങളാണ് നമ്മുടെ കഥാനായികയായ പെൺപുലി. അബ്ദുൽ മുത്തലിബിന്റെ പൊന്നാര മകൾ സഫിയ ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ശിഷ്യനും ഉത്തമ അനുയായിയും ധീരയോദ്ധാവുമായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നമ്മുടെ കഥാനായകയുടെ മകനാണ്. ചെറുപ്പത്തിലെ കുതിരസവാരിയും അമ്പെയ്ത്തും യുദ്ധതന്ത്രങ്ങളും പരിശീലിപ്പിച്ച് മകനെ മികച്ച പോരാളിയാക്കിയത് നമ്മുടെ പെൺപുലി തന്നെയായിരുന്നു. കൂട്ടുകാർ, യുദ്ധമെന്ന് കേട്ടിട്ടില്ലേ? നിർഭാഗ്യമായ സംഭവങ്ങളാണല്ലോ രണാങ്കണത്തിൽ ഒടുവിൽ അരങ്ങേറിയത്. തോറ്റോടിയ ശത്രുക്കൾ പിന്നിലൂടെ തിരിച്ചു വന്ന് കടുത്ത ആക്രമണം അയച്ചുവിട്ടപ്പോൾ മുസ്ലിം സൈന്യർ അമ്പരന്നു പോയി. പലരും ഭയപരരായി പടക്കളം ഇട്ടോടാൻ തുടങ്ങി. ഒരു കൂട്ടം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിന്ന് പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണ്. മുസ്ലിം സൈനികർക്ക് വെള്ളം കൊടുക്കാനും മുറിവേറ്റവരെ ശുശ്രൂഷിക്കാനും മറ്റുമായി കൂടെ കൊണ്ടുപോയ ഏതാനും സ്ത്രീകളുടെ കൂട്ടത്തിൽ സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ദാഹിച്ചുവന്ന സൈനികന് വെള്ളം കൊടുക്കുന്ന ഇടയിലാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ ആ കാഴ്ച കണ്ടത്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളിക്കുന്ന ഭാഗത്തേക്ക് കുതിക്കുകയാണ്. ചേർത്ത് നിൽക്കുന്ന സഹാബികളിൽ പലരും ഷഹീദായി വീഴുന്നു. മുസ്ലിം സൈനികരിൽ പലരും പരിഭ്രമിച്ച് യുദ്ധക്കളം വിട്ടോടുന്നു. വെള്ളപ്പാത്രം താഴേക്ക് പെൺപുലി പടലത്തിലേക്ക് പാഞ്ഞു. പിന്തിരിഞ്ഞോടുന്നവരോട്, ഭീരുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ പടലത്തിലേക്ക് വിട്ടേച്ച് എങ്ങോട്ടായി ഓടുന്നേ എന്നുറക്കെ ചോദിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു വാങ്ങി. പെൺപുലി ശത്രുക്കളുടെ നേരിടാൻ തുടങ്ങി. എന്റെ 2 കൈയിൽ വാളേന്തി ശത്രുയെ തകർക്കുകയായിരുന്നു ആൺപുലി ഹംസത്തുൽ ഖുർആൻ റളിയല്ലാഹു അൻഹു. ചതി, കൊടും ചതി. തക്കം പാട്ട് പിന്നൊളിച്ചിരുന്ന വാശി ചാട്ടുളി അറിഞ്ഞു. ഉന്നം പേറ്റില്ല. ആ ചാട്ടുളി ആൺപുലിയെ വീഴ്ത്തി. വീണടത്ത് വച്ച് തന്നെ ആൺപുലിയെ കുത്തിപ്പുറത്തി. ബലയുദ്ധത്തിൽ ഉത്തമത്തിനെയും ശൈബത്തിനെയും കൊന്നതിനു പകരം വീട്ടാൻ വേണ്ടി നിയോഗിച്ചതാണ് വാശി. ഹംസ റളിയല്ലാഹു അൻഹു വീണ വാർത്ത അറിഞ്ഞതോടെ ഹിന്ദും കൂട്ടുകാരികളും അങ്ങോട്ട് പനത്തി. മാമാന്റെ മൂക്കും ചെവികളും ഛേദിച്ചു. കണ്ണുകൾ ചുഴന്നെടുത്തു. നെഞ്ചും കുടലും കുത്തിക്കീറി. കുടൽ മോല പുറത്ത് ചാടിച്ചു. കരൾ വെട്ടി നുറുക്കി.
കണ്ടൻ